തിരിച്ച് പഠനം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് ബ്രോങ്സിലേക്ക് വന്നു. ബ്രോങ്സിൽ വന്ന് അവിടെ ജീവിക്കാൻ വേണ്ടി അവർ ഹോട്ടലുകളിൽ വെയിറ്ററസ് ആയിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ 2018 ഇലക്ഷൻ വരുന്നു, കോൺഗ്രസിലേക്കുള്ള ഇലക്ഷൻ വരുന്നു. അപ്പോൾ ഇവരെ ലെഫ്റ്റ് ലീനിങ് ആണ് കോൺഗ്രസ് അംഗം. പിന്നെ വളരെ ഈ എൻവയോൺമെൻ്റൽ പരിസ്ഥിതി പ്രശ്നത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ സഹോദരനാണ് ഈ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രസ്ഥാനം ഉണ്ട്. അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇങ്ങനെ ക്ഷണിക്കുന്നത്. അപ്പോൾ ഇവരുടെ സഹോദരൻ ഇവരുടെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ ഇവരെ കണ്ടു, അവർ താല്പര്യപ്പെടുന്നു, അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഹോട്ടലിൽ വെയിറ്ററസ് ആണ്. ഇവർ പറയുന്നത് ഹോട്ടലിൽ വെയിറ്ററസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവരുടെ ഒരു ബാഗ് കൊണ്ടുപോകും, പേപ്പർ ബാഗ്. അതിൻ്റെ അകത്താണ് ഈ പ്രചാരണത്തിനുള്ള സാധനങ്ങളെല്ലാം, പ്രചാരണത്തിനുള്ള വിളിക്കാനുള്ള കാര്യങ്ങളും അതുപോലെയുള്ള ഫ്ലയറും മറ്റതും എല്ലാം കൊണ്ടാണ് ഈ പോകുന്നത്. ജോലിക്കിടയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും തമാശ, അന്ന് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ടിരുന്നത് ജോസഫ് ക്രൗലി എന്ന് പറഞ്ഞ കാര്യപ്പെട്ട ഒരു നേതാവാണ്. കേരളത്തിൽ അമേരിക്കയിൽ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടപ്പം ഞാനുമൊക്കെ വിഷമിച്ചു പോയതാണ്. കാരണം നമ്മളുമൊക്കെ ആയിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കാര്യപ്പെട്ട നേതാവാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വലിയ നേതാക്കന്മാരിൽ ഒരാൾ. അദ്ദേഹമാണ് എതിരാളി. അപ്പോൾ അദ്ദേഹത്തിനെ അന്നത്തെ ഗവർണർ ആൻഡ്രൂ കോമോ അടക്കം, ചക് ഷൂമർ, സെനറ്റർ ജില്ലി ബ്രാൻഡ് അടക്കം എല്ലാവരും തന്നെ അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തു. അപ്പം AOC എന്ന് പറയുന്ന അങ്ങനെ ഒരു ആളെപ്പറ്റി ആളുകൾക്ക് അറിയുക പോലും ഇല്ലായിരുന്നു. ആകപ്പാടെ ഈ ക്രൗലിയെ ആദ്യം എൻഡോഴ്സ് ചെയ്തെങ്കിലും നമ്മുടെ കാലിഫോർണിയയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം റോ ഖന്ന, അദ്ദേഹം ആദ്യം ക്രൗലിയെ എൻഡോഴ്സ് ചെയ്തെങ്കിലും പിന്നീട് AOCയെ എൻഡോഴ്സ് ചെയ്തു. അപ്പം നമുക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ AOCയുടെ പ്രചാരണത്തിൻ്റെ ഒക്കെ ചുക്കാൻ പിടിച്ചത് ഒരു ഇന്ത്യക്കാരനായിരുന്നു, സൈഗത് ചക്രവർത്തി എന്ന് പറഞ്ഞ 38 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്, 38-39 വയസ്സുള്ള ഒരാൾ. അപ്പോൾ സൈഗത് ചക്രവർത്തി ഒരു ഗ്രീൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ, വളരെ തീവ്ര പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. അപ്പോൾ അന്ന് ഈ AOC പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയ ഒരു പ്രസംഗം, അത് പിന്നീട് കോൺഗ്രസിലാണ്. അത് അതീവ ശ്രദ്ധേയമായിരുന്നു. അവരുടെ ആ വികാരഭരിതമായ പ്രസംഗം വളരെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ഈ സൈഗത് ചക്രവർത്തിയായിരുന്നു. അപ്പോൾ സൈഗതാണ് ഇവരുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്, ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മുൻ സ്പീക്കർ നാൻസി പെലോസിക്കെതിരെ കഴിഞ്ഞ തവണയൊന്ന് മത്സരിച്ച് തോറ്റുപോയി കാലിഫോർണിയയിൽ. ഇപ്രാവശ്യം വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ അങ്ങനെ പ്രഗത്ഭനായ ഒരു വ്യക്തി ഇവരുടെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്.